എക്സസൈസ് 9.2-ലെ 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കമ്പനി പാക്കേജസ് ഇറ്റ്സ് മിൽക്ക് പൗഡർ ഇൻ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഹൂസ് ബേസ് ഹാസ് എ ഡയമീറ്റർ ഓഫ് 40 cm ആൻഡ് ഹൈറ്റ് 20 cm. അപ്പോൾ ഒരു കമ്പനി മിൽക്ക് പൗഡർ പാക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കണ്ടെയ്നറിലാണ്. ഇനി അതിൻ്റെ ഡയമീറ്റർ 14 cm ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ ഡയമീറ്റർ. അതുപോലെ അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 20 cm. ടിന്നിൻ്റെ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് 20 cm ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്പനി പ്ലേസസ് എ ലേബൽ അറൗണ്ട് ദ സർഫസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ഈ കണ്ടെയ്നറിന് ചുറ്റും ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയേ, ദേ ഉണ്ടോ അത് ഒട്ടിച്ചേക്കണത്. ഇഫ് ദ ലേബൽ ഈസ് പ്ലേസ്ഡ്, ലേബൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 cm ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 2 cm സ്പേസ് ഇട്ടാണ്. ഇത് ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ ഇതാണ് ഈ കണ്ടെയ്നറിൻ്റെ താഴെ ഭാഗം. അവിടെ നിന്ന് 2 cm മുകളിലായിട്ടാണ് ലേബൽ ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നിന്നും ടോപ്പിൽ നിന്നും 2 cm ഗ്യാപ്പ് ഉണ്ട്. മുകളിൽ നിന്നും ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 2 cm ഗ്യാപ്പ് ഇട്ടിട്ടാണ് നടുക്കാണ് എന്ത് ഒട്ടിച്ചിരിക്കുന്നത്? ഈ ലേബൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലേബൽ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ ലേബലിൻ്റെ, ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന ഈ ലേബലിൻ്റെ ഏരിയ, ഈ ലേബലിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കർവ്ഡ് ആയിട്ടുള്ള ഈ സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഇനി നമുക്കറിയാവുന്ന വാല്യൂസ് എടുത്തെഴുതാം. ഡയമീറ്റർ എത്ര എന്നിരിക്കുന്നത്? 40 cm. അപ്പോൾ 40 cm ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2. അതായത് 14 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 7 cm. അപ്പോൾ റേഡിയസ് കിട്ടി 7 cm. അപ്പോൾ നമുക്കിവിടെ കർവ്ഡ് ഏരിയയാണ് പറഞ്ഞു. ഈ ലേബൽ എന്തിൻ്റെ ഷേപ്പാണ്? അപ്പോൾ ആ സിലിണ്ടറിന് ചുറ്റുമായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർവ്ഡ് ഷേപ്പാണ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ലേബലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ലേബൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2πr/h. അതുകൊണ്ടാണ് നമ്മൾ r കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയമീറ്റർ എടുത്തു, അതിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു 7 cm. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്? ഈ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ കണ്ടെയ്നറിൻ്റെ ഹൈറ്റാണ് 20 cm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയാ? ഈ ലേബലിൻ്റെ ഹൈറ്റാണ് വേണ്ടത്, അല്ലേ? ഈ ലേബൽ ഒട്ടിച്ചേക്കണതിൻ്റെ ഏരിയയിലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റല്ലേ നമുക്ക് വേണ്ടത്? ടോട്ടൽ ഹൈറ്റാണ് 20 cm. അപ്പോൾ ടോട്ടൽ 20 ആണെന്ന് പറഞ്ഞു. ഇനി ഈ കണ്ടെയ്നറിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 2 cm വീതം കുറച്ചിട്ടാണ് ഉള്ളിലാണ് നമ്മൾ ലേബൽ ഒട്ടിച്ച് വെച്ചേക്കണത്, അല്ലേ? അപ്പോൾ ഇവിടെ ആയിട്ട് അത് 2 മീറ്റർ ഇവിടെ നിന്ന് 2 cm ഇവിടെ നിന്നും 2 cm ഇവിടെ നിന്ന് ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും മാറ്റിയാണ് നടുക്കാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? ഈ സ്പേസിൽ എത്രയാണ്? 2 cm. അതുപോലെ ഈ ഗ്യാപ്പിലും ഇവിടെ നിന്നുണ്ട് ഈ കണ്ടെയ്നറിൻ്റെ ഈ താഴ്ഭാഗവും ഈ ലേബലും തമ്മിൽ 2 cm ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 cm. അപ്പോൾ ടോട്ടലാണ് 20. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ 2 + 2 4. ആ 4 20യിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ലേബലിൻ്റെ ഹൈറ്റ് കിട്ടും. ഒന്നും കൂടി പറയാം. ഈ ലേബലിൻ്റെ ഹൈറ്റാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ലേബലിൻ്റെ ഹൈറ്റ് അറിയാനായിട്ട് ടോട്ടൽ ഈ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ ഹൈറ്റാണ് 20. കണ്ടോ, ടോട്ടൽ ഹൈറ്റ് 20 ആണ്. ഇനി ഈ ലേബൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ കണ്ടെയ്നറിൻ്റെ ബോട്ടത്തിൽ നിന്നും 2 cm മുകളിലോട്ട് മാറ്റിയിട്ടും അതുപോലെ ടോപ്പിൽ നിന്നും താഴേക്കും ഒരു 2 cm ഗ്യാപ്പ് ഇട്ടാണ്. ഉണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും താഴ്ത്തിയാണ്. ഉണ്ടോ, ഇവിടെ നിന്ന് ഇതുപോലെ. അങ്ങനെയെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ ടോട്ടലുള്ള കണ്ടെയ്നറിൻ്റെ ഹൈറ്റാണ് 20. ആ 20 cm നിന്നും ഇവിടെ ഒരു 2 ഉണ്ട്, അല്ലേ? ഇവിടെ എത്ര ഗ്യാപ്പാണ്? ഈ ഗ്യാപ്പ് 2 cm ആണ്. ഈ താഴത്തെ ഇവിടെ നിന്നും 2 cm ആണ്. അപ്പോൾ ഈ 2 cm കുറച്ച് കഴിഞ്ഞാൽ, ഈ 20യിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ ഹൈറ്റ് കിട്ടും? ഈ ലേബലിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ 20 - 2 + 2. ഇങ്ങനെ 2 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ മുകളിലത്തെ 2ഉം ബോട്ടത്തിലെ 2ഉം. അപ്പോൾ ആ രണ്ട് 2 പ്ലസ് ചെയ്തിട്ട് ഈ 20യിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 20 - 2 + 2 4. എത്ര കിട്ടും?
16. നമുക്ക് ഇവിടെ എഴുതാം ഹൈറ്റ് ഓഫ് ദ ലേബൽ. മനസ്സിലായില്ലേ ഇപ്പോൾ ചെയ്തെങ്ങനെയാണ്? 20 20 മൈനസ് 2 പ്ലസ് 2, അതായത് 20 മൈനസ് 4. 20 മൈനസ് 4 16 സെൻറ്റിമീറ്ററിലാണ്. സോ സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് കിട്ടി 16 സെൻറ്റിമീറ്റർ, റേഡിയസ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ലേബൽ. ഇക്വേഷൻ 2πRH. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു R എത്രയാണ്? 7 ഇൻറ്റു H എത്രയാണ്? നമുക്ക് 16 കിട്ടിയിട്ടുണ്ട്. 16. ഇനി ഈ 7ഉം ക്യാൻസൽ ചെയ്യാം. ബാലൻസ് 2 ഇൻറ്റു 22. 2 ഇൻറ്റു 22 44 അല്ലേ? 44 ഇൻറ്റു എന്ത് വരും? 16. അപ്പോൾ 44 ഇൻറ്റു 16 ചെയ്യാം. അപ്പോൾ 44 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 704 സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്ററിലാണ് വാല്യൂ, ഏരിയ ആണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ലേബൽ എത്ര കിട്ടി? 704 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതായത് ഏരിയ ഓഫ് ദ ലേബലും കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ലേബലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം therefore the area of the label is equal to 704 centimeter square. എന്തുകൊണ്ടാണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ലേബലും ഏരിയ ഓഫ് ദ ലേബലും സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടി സർഫസ് ഏരിയ എന്തായിരുന്നു? 704 സെൻറ്റിമീറ്റർ ആണ്. സോ ഏരിയ ഓഫ് ദ ലേബൽ ഈസ് ഈക്വൽ ടു 704 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.